ഹലോ ഡിയേഴ്സ്, ഇന്ന് അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ തലേദിവസം തന്നെ ഞാൻ ആലപ്പുഴയിൽ നിന്നും നമ്മുടെ ചെല്ലാനത്തോട്ട് എത്തിയിട്ടുണ്ട്. ഞാനും അച്ഛനും അമ്മയും കൂടെ വെളുപ്പിന് എഴുന്നേറ്റ് ഞങ്ങൾ വീട്ടിലെ ജോലികളെല്ലാം തീർത്ത് വെച്ചിട്ട് ഞങ്ങൾ 6 മണിക്കത്തെ ബസ്സിന് തന്നെ ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ് കേട്ടോ. ഈ ഒരു സമയത്തുള്ള ബസ് നമ്മൾ ഈ ഒരൊറ്റ ബസ്സിൽ തന്നെ ഹോസ്പിറ്റലിൻ്റെ അടുത്തെത്താൻ പറ്റും. അതല്ലെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് അങ്ങോട്ട് ബസ്സിലാട്ടോ 2-3 ബസ് കയറേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ രാവിലത്തെ ബസ്സിന് തന്നെ പോയി കേട്ടോ. അപ്പം നമ്മൾ ഒരു 9-9:30 അവിടെ ഹോസ്പിറ്റലിലെത്തും. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ ഒന്നും കഴിക്കാതാണ് ഹോസ്പിറ്റലിൽ പോകുന്നത്. നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ ഓപ്പിച്ചിട്ടൊക്കെ എടുത്തതിന് ശേഷം ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ ബസ്സിൽ കയറിയപ്പോൾ തന്നെ ഉറങ്ങിപ്പോയി. ഹോസ്പിറ്റലിൻ്റെ അടുത്ത സ്റ്റോപ്പിൽ എത്താറായപ്പോഴാണ് കേട്ടോ അച്ഛൻ എന്നെ വിളിച്ചെഴുന്നേൽപ്പിച്ചത്. എനിക്ക് ഈ ട്രാവൽ ചെയ്യുമ്പോൾ പണ്ട് മുതലേ കുറേ ദൂരം യാത്ര ചെയ്യുമ്പോൾ ഞാൻ ഉറങ്ങിപ്പോവും കേട്ടോ. ബസ്സിൽ എനിക്ക് കുറേ ആകുമ്പോൾ തന്നെ ഞാൻ ഉറങ്ങിപ്പോവും. അതെൻ്റെ ഒരു ശീലമാണേ. അപ്പോൾ നമ്മൾ ഈ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ തന്നെ വല്ലാത്തൊരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ. എന്ന് വെച്ചാൽ നെഗറ്റീവ് അല്ല കേട്ടോ ഞാൻ പറയുന്നത്. അടിപൊളിയായ ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ ഉള്ളത്. നമ്മളൊരു റിസോർട്ടിലോട്ടൊക്കെ എത്തിയിട്ടുള്ള ഒരു ഫീലാണ് കേട്ടോ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും. അത്ര നല്ല മനോഹരമായ ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ ഉള്ളത്. ഈ അനിയത്തിമാരൊക്കെ എപ്പോഴും അമ്മയുടെയൊക്കെ കൂടെ പോകുമ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത്, അച്ഛനും അമ്മയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു അറിവും മാത്രമേ എനിക്ക് ഈ ഹോസ്പിറ്റലിനെ പറ്റിയുള്ളൂ കേട്ടോ. നമ്മൾ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഇതേപോലുള്ളൊരു അറ്റ്മോസ്ഫിയർ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. എന്ത് രസമാണ്. ചുറ്റും ഒരുപാട് ട്രീസും ഒരുപാട് നല്ല ഭംഗിയുള്ള ഓരോരോ കാര്യങ്ങളാണ് കേട്ടോ നമുക്ക് ഈ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റുന്നത്. അത്ര പക്കയായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ്. ഈ വീഡിയോസിനായിട്ട് ഓരോരോ കാര്യങ്ങളും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അമ്മയൊക്കെ എന്നോട് എപ്പോഴും പറയും, ഒരു വട്ടം ഞങ്ങളുടെ കൂടെ ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ തന്നെ നിനക്കൊരു വീഡിയോയ്ക്കുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറയുമ്പോൾ നമ്മളങ്ങനെ ഒരു ഇത് ചിന്തിക്കുന്നില്ലല്ലോ. അത്ര ഭംഗിയാണ്, ഇങ്ങനൊരു അറ്റ്മോസ്ഫിയർ ആണെന്ന് ഞാൻ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ട് പോലും ഇല്ല കേട്ടോ. ഒരുപാട് പനകളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പനകളൊക്കെ അവിടെ വളർത്തിയിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. എങ്ങനെയാ പറയണ്ടേ എന്നെനിക്കറിയില്ല. അത്ര നല്ല ഭംഗിയുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ ചുറ്റും കാണുന്നത്. അതേപോലെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാനായിട്ട് ഓരോ വാഹനങ്ങളും പാർക്ക് ചെയ്യാനായിട്ട് ഓരോരോ ഏരിയാസുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ നമ്മൾ അവിടെ നടന്ന് പോവാനായിട്ട്, അതായത് ആ ചുറ്റും നമുക്ക് ഒരുപാട് സ്ഥലമാണ്. നമുക്ക് നടന്ന് കാണാനായിട്ട് തന്നെ ഒരുപാട് സ്ഥലങ്ങളാണ് കേട്ടോ. 1.5 വർഷത്തിന് മുന്നേ അമ്മയ്ക്ക് സ്ട്രോക്ക് വന്ന് നമ്മൾ ഒരുപാട് ഹോസ്പിറ്റലിൽ നിന്ന് ഒഴിവാക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ഹോസ്പിറ്റലിലോട്ട് എത്തുന്നത് കേട്ടോ. അന്ന് ഈ ഹോസ്പിറ്റലിൽ എത്തിയത് കൊണ്ട് മാത്രമാണ് നമുക്ക് അമ്മയെ പഴയതുപോലെ തിരിച്ച് കിട്ടാനായിട്ട് സാധിച്ചത് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഹോസ്പിറ്റലിനോട് ഭയങ്കരമായിട്ടുള്ളൊരു നന്ദിയും അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് ഇഷ്ടമുണ്ട് ഈ ഒരു ഹോസ്പിറ്റലിനോട്. ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഏകദേശം അറിയാമായിരിക്കും. ട്രീറ്റ്മെൻറ്റ് വളരെ എക്സ്പെൻസീവാണ്. പക്ഷേ എത്ര എക്സ്പെൻസീവ് ആണെന്ന് പറഞ്ഞാലും നമ്മുടെ പ്രിയപ്പെട്ടവരെ ഈ ഒരു ഹോസ്പിറ്റലിൽ ആ ഒരു സാഹചര്യത്തിൽ എത്തിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ മാക്സിമം നമുക്ക് അവരെ തിരിച്ച് കിട്ടാനുള്ള ഒരു ചാൻസുള്ള ഹോസ്പിറ്റലാണ്. കാര്യം അത്രയ്ക്ക് ഫെസിലിറ്റീസും കാര്യങ്ങളും ഉള്ളതാണ്. മാത്രമല്ല ഇവിടുത്തെ ഡോക്ടേഴ്സിൻ്റെതാണെങ്കിലും സ്റ്റാഫിൻ്റെതാണെങ്കിലും എല്ലാം ഒരു മനോഭാവം, നമ്മളോടുള്ള ഒരു പെരുമാറ്റം എല്ലാം വളരെ നല്ല ഒരു ബിഹേവിയറാണ്. ഒരു തരത്തിലും നമുക്ക് അവിടെ നിന്ന് ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളും ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഉണ്ടാവത്തില്ല. അത്ര പക്കായാണ് അവിടുത്തെ ഹോസ്പിറ്റലിലെ എല്ലാ കാര്യങ്ങളും. പിന്നെ മ്യൂസിക്കൊക്കെ ആസ്വദിക്കാൻ പറ്റുന്ന ആ ഒരു ഇതൊക്കെയുണ്ട്. പക്ഷേ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ OP ടിക്കറ്റെല്ലാം എടുത്തതിന് ശേഷം നമ്മൾ പുറത്തൊരു ഹോട്ടലിൽ വന്നിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത്. കോഴിക്കോടിന് തന്നെ ഫേമസ് ആയ ഫാരഗൺ ഹോട്ടലിൻ്റെ ഒരു ഔട്ട്ലെറ്റാണ് നമ്മുടെ ആസ്റ്റർ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലുള്ളത് കേട്ടോ. പക്ഷെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് ഈ പ്രാവശ്യം കഴിച്ചില്ല. കാര്യം വളരെ എക്സ്പെൻസീവാണ്. ഞാൻ അനിയത്തിയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അവിടുത്തെ ഫുഡിന്. ഈ ടേസ്റ്റ് പോലെ തന്നെ ഫുഡിൻ്റെ എക്സ്പെൻസും വളരെ കൂടുതലാണ് കേട്ടോ. അത് അവർ പറഞ്ഞൊരറിവുള്ളത് കൊണ്ട് തന്നെയാണ് പുറത്ത് പോയി ഫുഡ് കഴിച്ചത്. പക്ഷെ പുറത്ത് പോയി കഴിച്ച ഫുഡും നല്ല പക്കയായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലായിരുന്നു. പക്ഷെ അതിന് ഒരുപാട് ചിലവൊന്നും ആയില്ല കേട്ടോ. ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ 3 പേര് ഫുഡെല്ലാം കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമുക്ക് അപ്പോയിൻമെൻറ്റ് ഡോക്ടറിൻ്റെ ടൈം കിട്ടിയത് ഒരു 11:30 അപ്പോൾ പിന്നെ നമ്മൾ അതിനകത്ത് തന്നെ ഇരിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട്, എനിക്ക് വീഡിയോസൊക്കെ എടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. അപ്പം നമ്മൾ ഈ വേലിച്ചെടികളൊക്കെ പോലെ വെച്ചിരിക്കുന്ന കുറേ ചെടികളും കാര്യങ്ങളും ഗാർഡൻ ഏരിയയിലോട്ടൊക്കെ ഞാനും അച്ഛനും അമ്മയും കൂടെ പോയി കേട്ടോ.
ഞങ്ങൾ ഓരോ സ്ഥലങ്ങളും നടന്ന് കാണുകയും ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞ് സംസാരിച്ച് ഞങ്ങൾ അവിടെ കൂടെ എല്ലാം നടക്കുകയാണ്. എനിക്കാണെങ്കിൽ പണ്ടേ ഇങ്ങനെയൊക്കെ ട്രാവൽ ചെയ്യാനും എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മാത്രമല്ല ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ ചെടികളുടെ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ നടക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മാത്രമല്ല ഇങ്ങനെ ഞാൻ ഇതേപോലെ ഒന്നും യാത്രകളൊന്നും അധികമായിട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ടും ഒരു സന്തോഷമായിരുന്നു. ഞങ്ങളിങ്ങനെ കുറേ നേരം ഇങ്ങനെ എല്ലായിടത്തും വീഡിയോസും കാര്യങ്ങളും ഒക്കെ എടുത്തു. പക്ഷേ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു ഹോസ്പിറ്റൽ ഇത്രയും ഇതായിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ഞാൻ കാണുന്നത്. ഞാനിങ്ങനെ കുറേ നേരം അവിടെ നടന്നപ്പോൾ എൻ്റെ അച്ഛനാണ് എനിക്ക് ബാക്കിയുള്ള വീഡിയോസൊക്കെ എല്ലാം എടുത്ത് തന്നത്. അപ്പം ഞാനിങ്ങനെ ഓർത്തേ, ഞങ്ങൾ ഒരു 4 വർഷത്തിന് മുന്നേ നമ്മുടെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ എറണാകുളത്ത് അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു. ചേട്ടന് എലിപ്പനിയും മഞ്ഞപ്പിത്തമൊക്കെ വന്ന ആ ഒരു സമയത്ത് നമ്മൾ ആ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അവിടുത്തെ ഒരു അവസ്ഥയിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഇവിടുത്തെ അവസ്ഥ. കാര്യം ആ ഒരു ഹോസ്പിറ്റലിൽ തന്നെ ഭയങ്കര തിരക്കും നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഡിസ്റ്റർബൻസ് എനിക്ക് ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ആ ഒരു ടൈമിന് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അങ്ങനെയൊന്നുമല്ല, അതിൽ നിന്ന് നേർ വിപരീതമാണ് ഈ ഒരു ഹോസ്പിറ്റൽ. നമുക്ക് ഒരു തരത്തിലും നമ്മുടെ പേഷ്യൻസിന് ആർക്കും ഒരു തരത്തിലുള്ള ഡിസ്റ്റർബൻസും ഇവിടെ നിന്ന് ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു കാര്യം. ട്രീറ്റ്മെൻറ്റ് വളരെ എക്സ്പെൻസീവ് ആണെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ ലൈഫിൽ നമ്മുടെ എന്ത് ഒരു രോഗമാണെങ്കിലും നമുക്കത് ഇവിടെ നിന്ന് ഇതാക്കാനായിട്ട് പറ്റുന്ന ഒരു രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റാണ് കേട്ടോ. അങ്ങനെ നമ്മളെ അമ്മയ്ക്ക് പല്ലെടുക്കാനായിട്ടാണല്ലോ വന്നത്. പല്ലെടുക്കലെല്ലാം കഴിഞ്ഞിട്ട് ആൾ കുറേ നേരം അങ്ങനെ അങ്ങ് അവശതയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് തണുത്തത് എന്തെങ്കിലും കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നതുകൊണ്ട് ഞങ്ങൾ വന്ന് ആൾ ഷാർജ ഷേക്കാണ് കുടിച്ചത്. ഞാൻ ഒരു ഫലൂദയാണ് കേട്ടോ കഴിച്ചത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് വീട്ടിലോട്ട് തിരിച്ചു പോയി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.